पति ब्रह्मचारी। അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കേ. നിശ്ചയത്തിനുള്ള സാധനങ്ങളെല്ലാം പൊട്ടിപ്പോവാൻ പാടില്ല. എവിടെ? അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ആചാരം ഉണ്ടല്ലോ, ആരെങ്കിലും നമ്മുടെ വീട് വിട്ട് പോവാണെങ്കിൽ അവരെ വെറും കൈയോടെ വിടാൻ പാടില്ലെന്ന്. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് സമാധാനത്തോടെ പറഞ്ഞയക്കണമെന്നാണല്ലോ. പിന്നെ നമ്മുടെയൊക്കെ വീട് ചെറുതാണ്, സ്ഥലം ചെറുതാണ്, എന്നാലും നമ്മുടെ മനസ്സത്ര ചെറുതൊന്നുമല്ലല്ലോ. നീ പറഞ്ഞ സത്യം മോളെ. ആ പറയുന്നതൊക്കെ കള്ളാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത്രയും ദിവസം ഒരു മഹാറാണിയെ പോലെയല്ലേ ഇവിടെ ജീവിച്ചത്. ജീവിച്ചോട്ടെ, ഇനി കുറച്ചുനാളും കൂടെ അല്ലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് ബിന്ദിയുടെ സൂരജിന്റെ വിവാഹം കഴിഞ്ഞ് അതിന്റെയൊക്കെ സദ്യ കഴിച്ച് നിന്റെ സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് ഇവിടുന്ന് സുഖമായിട്ട് ഇറങ്ങി പോകാലോ. പിന്നെ നിന്റെ മുഖം പോലും ഇവിടെ ആരും കാണേണ്ടി വരരുത്. ഇഷ, നോക്ക്, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും ജീവിതമാണ്, ആരെങ്കിലും എഴുതിയ കഥയല്ല. ഒരു വലിയ രാജകുമാരി ചേരിയിൽ കിടക്കുന്ന ഒരു ഗുണ്ടയുടെ കയ്യിലെത്തുകയും പിന്നെ അവര് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും നടക്കില്ല. ശരിക്കുള്ള ജീവിതത്തില് ചേരേണ്ടവര് തമ്മിലാ ചേരേണ്ടത്. അതായത് ഞാനും സൂരജും പോലെ. പിന്നെ ഈ വീട്ടിലുള്ള ഒന്നും തന്നെ നിന്റേതല്ല, സൂരജിന്റെ മനസ്സ് പോലും. ശരിയാണ് ബിന്ദ, ഞാൻ എൻ്റെ വീട്ടില് ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് വളർന്നത്. എനിക്കും സൂരജിനും തമ്മിൽ ഒന്നും തന്നെ കോമൺ ആയിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ വിധി ഞങ്ങളെ ഒരുമിപ്പിക്കുകയായിരുന്നു. ഒരു രാജകുമാരിയുടെ കഥ പോലെ തന്നെ. വിവാഹത്തിന് ശേഷം കയറി ചെല്ലുന്ന വീടാണ് ഒരു പെണ്ണിന്റെ സ്വന്തം വീട്. ഭർത്താവാണ് അവളുടെ ലോകം. നിനക്കറിയില്ലേ, ഒരു രാജകുമാരിയായിരുന്നിട്ട് പോലും സീതാദേവി 14 വർഷമാണ് ശ്രീരാമനോടൊപ്പം വനത്തിൽ കഴിച്ചു കൂട്ടിയത്. അതുപോലെ ഈ രാജകുമാരിക്കും ഇത് തന്നെയാ വീട്. മാത്രമല്ല, ഇത്രയും വേഗം ഞാനും സൂരജും ഭാര്യയും ഭർത്താവും ആണെന്ന് തെളിയിക്കുകയും ചെയ്യും. അത് തെളിയിച്ച ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും. രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും വിട്ടാത്തെ? എവിടെ പോകുന്നേന്ന്? അച്ഛാ, ഞങ്ങള് ആശുപത്രിയിലേക്കാ പോകുന്നത്. എന്റെ IVF ട്രീറ്റ്മെന്റിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? എനിക്ക് ഡോക്ടറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എന്നോട് ചെക്കപ്പിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഏട്ടത്തിക്ക് ഹോസ്പിറ്റലിൽ ഏതൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്കാണ് ഇറങ്ങിയത്. ഞങ്ങളും ആശുപത്രിയിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും ഒന്നിച്ചു പോകാം, അത് മതി. അച്ഛനും ചേട്ടനും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഞങ്ങളിപ്പോൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നുള്ള സത്യം ഇവർ രണ്ടുപേരും അറിയും. അല്ല, ഇത്ര ആലോചിക്കുന്നെന്താ? വരൂ. ഇവർ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഏട്ടത്തിയുടെ ചെക്കപ്പിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കുമല്ലോ. അല്ല അച്ഛാ, നിങ്ങൾ രണ്ടാളും എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്ന്? അത് കോമൺ സെൻസ് അല്ലേ? അച്ഛൻ പൊളിറ്റിക്സിലല്ലേ ഇറങ്ങിയിരിക്കുന്നത്. സമൂഹത്തിനിടയിൽ പേര് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി വലിയ വലിയ ജോലികളും ചെയ്യേണ്ടതായി വരും. എന്റെ
പേരൊന്ന് പ്രശസ്തമാകാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിലേക്ക് ഡൊണേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗ്രേറ്റ് പ്ലാനിങ് ആണല്ലോ അച്ഛാ. എങ്കിൽ നിങ്ങൾ വന്ന കാര്യം നോക്ക്. ഞാൻ പോയി ചെന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരാം. ഏട്ടത്തിക്ക് പോയി ചെന്ന് ഫ്രണ്ട്സിനെ കാണാമല്ലോ. ശരി അനുരാഗ്, വരൂ. സോറി സോറി സോറി, ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ IVF-ന്റെ ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി വേഗം ഒന്ന് ഫില്ല് ചെയ്ത് തരണം. എന്നോടൊപ്പം വാ പ്ലീസ്. അച്ഛനോ അനുരാഗേട്ടനോ ഞാനിവിടെ IVF റൂമിന്റെ മുന്നിൽ ചെക്കപ്പിന് നിൽക്കുന്ന കണ്ട് അത് വലിയ പ്രശ്നമാവും. അതിലൊരു സംശയം വേണ്ട. ചേച്ചി, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഒരു ഫോമും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാം. ഒന്ന് വേഗം നടന്നാ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ട്. അച്ഛനും അനുരാഗേട്ടനും ഇവിടേക്ക് വന്ന അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി, ഇപ്പൊ ഈ ടെൻഷനൊക്കെ മറക്കാൻ നോക്ക്. ചേച്ചി ഒരു നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നെ. IVF ചെയ്ത ചേച്ചിയുടെ അമ്മയാവുക എന്ന സ്വപ്നം പൂർത്തിയാവുക. പിന്നെ അനുരാഗ് സാറിനെ ആരും അപമാനിക്കുകയില്ല. ചേച്ചിക്കും അത് തന്നെയല്ലേ വേണ്ടത്? ഈ ടോക്കൺ എടുത്തോളൂ. എന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഡോക്ടർ നിങ്ങളെ ഒരു 5 മിനിറ്റിനകത്ത് വിളിക്കും. ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാം ഉണ്ട് ഡോക്ടർ. ആ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് കുറച്ച് ജനങ്ങൾക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലല്ലേ കാര്യങ്ങൾ നന്നായിട്ട് മുൻപോട്ട് പോകൂ. കാരണം ഞാൻ ബിന്ദയെ നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി വിവാഹം കഴിക്കാൻ പോവാണ്. എന്റെ വിവാഹം നടന്നു കഴിഞ്ഞു. ഞാൻ സൂരജിന്റെ ഭാര്യയാണ്. ഞാൻ നിനക്ക് സൂരജിന്റെയും ബിന്ദയുടെയും വിവാഹം വരെ സമയം തരാം. അതിനുള്ളിൽ നീ സൂരജിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം തെളിയിക്കണം. എന്റെ സൂരജിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കാനാ? ഈ ബന്ധം ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഒന്ന് സമാധാനിക്കുമോളെ, മതിയാക്ക്. ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാ ഇത് പിടിക്ക്. നിന്റെ ഏട്ടനെയും ഏട്ടത്തെയും ഫോൺ ചെയ്യ. അവർ വിവാഹത്തിനുണ്ടായിരുന്നല്ലോ. പോരെ, ഇതിലും വലിയ തെളിവ് വേറെ എന്താ ഉള്ളത്? ഇതാ ഈ ഫോൺ പിടിക്കുക, എന്നിട്ട് വിളിക്കുക. നന്ദിയുണ്ട് സാർ. സാർ നമ്മുടെ IVF ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്രയധികം തുക സംഭാവന ചെയ്യുകയല്ലേ. താങ്ക് യു സോ മച്ച് സാർ. ഹേയ്, നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലോകം ഇന്ന് വളരെയധികം പുരോഗമിച്ചു ഡോക്ടർ. അതായത് ഇന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഇന്ന് അച്ഛന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ കരുതുന്നത് ഒരു കുടുംബം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ രക്തത്തിൽ പിറന്ന ഭാവി തലമുറയാണ് വേണ്ടത്. IVF-ലൂടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സമൂഹത്തെ നിർഭാഗ്യവാന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരം ചികിത്സകൾ കുടുംബത്തിന് ആപത്തല്ലേ? പക്ഷെ എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അതറിയുന്ന നിമിഷം തന്നെ ഞാൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നാലും ഇത്തരം ചികിത്സാ രീതികൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണല്ലോ. അത് തീർച്ചയായും വേണം. നമസ്കാരം സാർ.
IVF ഫോമിൽ അനുരാഗേട്ടൻ്റെയും ഖുശ്ബുവേട്ടത്തിയുടെയും പേര് എഴുതിയിട്ടുണ്ട്. അതിനി അച്ഛനോ ഏട്ടനോ കാണും കണ്ടാൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് ഉറപ്പാണ്. എന്റെ പേപ്പറാ ഇത്. ഓക്കെ, സോറി. ഏട്ടത്തി വാ പോവാം. അച്ഛാ, ഇന്നിങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അച്ഛൻ്റെ പൊളിറ്റിക്സിന്റെ പവർ കുറച്ച് അധികം വളർന്നിട്ടുണ്ട്. പക്ഷേ പുരുഷോത്തമൻ സാറിനെ നമ്മൾ കുറച്ച് ഇംപ്രസ് ചെയ്യേണ്ടി വരും. ചെയ്യാം, അതിനൊക്കെ സമയമുണ്ടല്ലോ. ആ വന്നേ. ഡോക്ടർ, ഇതാണ് പേഷ്യന്റ്. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങൾ പ്രോസസ്സ് ആരംഭിക്കാം. ഓക്കെ. എന്തു പറ്റി? അച്ഛാ, ആ വീട്ടിലെ ഖുഷ്ബു എടുത്തേക്ക് മാത്രമാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സാരമില്ല മോളെ, നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്ന്. പക്ഷെ അവസാനം ഭഗവാൻ നമുക്ക് മുന്നിൽ ഒരു വാതിൽ തുറക്കും. മോളൊന്നുകൊണ്ട് പേടിക്കണ്ട. ഈശ്വരൻ മോൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു വഴി കാണിക്കും. കണ്ടെന്നിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്റെ പാർവതി ദേവി, ലോകത്തുള്ളവർക്ക് മുഴുവനും അറിയാം ഭഗവാൻ ശിവനാണ് ദേവിയുടെ ഭർത്താവെന്ന്. എല്ലാ പുരാണങ്ങളിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇരുവരും ദമ്പതിമാരാണെന്ന്. പക്ഷെ ഞാനും സൂരജും ദമ്പതിമാരാണെന്ന് അതിന് തെളിവില്ല. എന്റെ ഈ വിവാഹം ഞാൻ എങ്ങനെ തെളിയിക്കാനാ? എന്നെ സഹായിക്കൂ ദേവി, ഒരു വഴി കാണിച്ചു തരൂ പ്ലീസ്.
പേഷ്യന്റുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. താങ്ക് യു സോ മച്ച് പാർവതി ദേവി. എനിക്കൊരു വഴി കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് തെളിവ് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കാനില്ല. വഴിമാറി തരാൻ തയ്യാറായി കഴിഞ്ഞല്ലോ അല്ലേ? നന്നായി. ഈ പകൽ സ്വപ്നം കാണുന്നത് നിർത്താറായില്ലേ? എനിക്കിപ്പോ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്കണ്ട. കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ചായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോന്ന്? ഇല്ല. പിന്നെ ഇന്ന് ശ്രാവണ മാസത്തിലെ ആദ്യ ദിവസമാണ്. ഇന്നിവിടെ എല്ലായിടത്തും ശിവലിംഗം വെച്ച് ആഘോഷിക്കായിരിക്കും. പുറത്തു പോകുന്ന അത്ര സേഫ് അല്ല. ഓ, എന്നെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടല്ലേ? അത് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കെയറും ഇല്ല. ഓക്കെ, മാഡത്തിന് എവിടെയാണോ പോവേണ്ടത് അവിടെ ദയവായൊന്ന് പോയി തരൂ. പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. ചെല്ലു. ഓ, അങ്ങനെയാണോ? എന്നെ കുറിച്ച് കെയർ ചെയ്യുന്നില്ലല്ലേ? പക്ഷെ നിങ്ങളുടെ വാക്കുകളും ഈ എക്സ്പ്രഷൻസും യാതൊരു മാച്ചും ഇല്ല. ഓ, അതാണോ? അത് പിന്നെ അതെനിക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ടാ. ഒരു നല്ല ഉറക്കം കിട്ടിയാൽ എല്ലാം ശരിയാവും. സമാധാനമായിട്ട് കിടന്നുറങ്ങി ഞാൻ ഒന്ന് സന്തോഷിച്ചോട്ടെ. അങ്ങനെ എന്റെയും ബിന്ദിയുടെയും വിവാഹ ദിവസം എന്റെ മുഖത്തിന് ഗ്ലോയും വരും. ഗ്ലോ. ആദ്യം പറഞ്ഞു ബ്രഹ്മചാരിയാണെന്ന്, എന്നിട്ടിപ്പോ രണ്ടാം വിവാഹത്തിന് എന്തൊരു ധൃതിയാ. ഈ സ്വപ്നങ്ങളൊക്കെ വെറും സ്വപ്നങ്ങളാ. കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരുന്നു, ഭാര്യയാണ്, ഇനിയും ഭാര്യ ആയിരിക്കും. ആവശ്യമില്ലാത്ത ശല്യങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോട്ടെ. മോനെ, ആവശ്യമില്ലാത്ത പ്രാണികളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സമയമായി. എന്റെ മോന് നേരെ കണ്ണു വെച്ച എല്ലാവർക്കും ഇതോടെ സർവനാശം. നീ എത്രയധികം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം വിശ. അതിലിരട്ടി വേദന ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. ഇനിയും അധികം നാളിങ്ങനെ സഹിക്കേണ്ടി വരില്ല. എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇവിടെ തിരിച്ചു പോകാൻ നോക്കാം പ്ലീസ്. അനുരാഗ്, നീ ഒരു കാര്യം ചെയ്യ്. നീ കുശ്ബുവിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കുക. അല്ലച്ചാ, നമുക്കിപ്പോ പുരുഷോത്തമ സാറിന്റെ അടുത്തേക്ക് പോകണ്ടേ? എല്ലാവരും മീറ്റിംഗില്ലേ? നോക്ക് മോനെ, നീ ഈ സമയം കൂടുതൽ നേരവും അവളോടൊപ്പം വേണം ചെലവഴിക്കേണ്ടത്. എങ്കിലേ അച്ഛന്റെ സ്വഭാവമൊക്കെയും കുഞ്ഞിനും കൂടി കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ഞാൻ ആരവനെയും കൂട്ടിപ്പോയിക്കൊള്ളാം. പക്ഷെ അച്ഛാ, അത് ഞാൻ വിളിച്ചാൽ അവൻ ഒരു തടസ്സവും പറയില്ല. ചെല്ല. എന്തൊക്കെയാണെങ്കിലും ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം മാതാപിതാക്കൾ ഒന്നിച്ചാണ് എടുക്കേണ്ടത്. പക്ഷെ ഈ തീരുമാനം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചില്ല. അതിനെന്നോട് ക്ഷമിക്കൂ അനുരാഗ്.
ഞാൻ ആരവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഇനി മുതൽ ഈ അക്കൗണ്ട്സും ബുക്സും എല്ലാം ആരവിന്റെ ചുമതലയായിരിക്കും. ഇല്ല, ഞാൻ എൻ്റെ സ്ഥാനം ആരും വിട്ടു കൊടുക്കില്ല, ഒരിക്കലുമില്ല. പിന്നെ ഈ പ്രൊസീജിയറിന് ശേഷം ഏട്ടത്തിക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ പാടില്ല. ഏട്ടത്തിക്ക് അമ്മയാവാനുള്ള സ്വപ്നം ഇതോടെ സഫലമാവണം. ഡോൺ വറി, എല്ലാം നന്നായി നടക്കും. ഹാ, ആഫ്റ്റർ ഓൾ ചേച്ചിയോടൊപ്പം ഇങ്ങനെ കെയറിംഗ് ആയിട്ടുള്ള ഒരു അനിയനല്ലേ? സത്യം ആരവ്, നിങ്ങള് വളരെ നല്ലൊരു മനുഷ്യനാ. മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. മറ്റൊരാളും സ്വന്തം ഫാമിലിയോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് ഏട്ടത്തി ഇവിടെ കൊണ്ടുവരില്ല. തന്നെ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടി ആരായാലും അവള് വളരെ ലക്കി ആയിരിക്കും. ആ പുരുഷോത്തമൻ സാർ, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ്. അതെ അച്ഛാ, അവിടെ ആരവിന്റെ ചെക്കപ്പ് എടുക്കാണ്. ഇനി ഒരുപാട് സമയമെടുക്കും. ഓ ശരി, പിന്നെ നീ തന്നെ എന്റെ കൂടെ വാ. ആ, എന്നും അച്ഛനോടൊപ്പം അച്ഛൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. അച്ഛന് ശേഷം എല്ലാം എനിക്ക് ഏറ്റെടുക്കണം. പെട്ടെന്ന് ആരവ് ഇതിനിടെ കയറി വന്നാൽ ഞാനവൻ ആ സ്ഥാനം കൊടുക്കില്ല. ഇനി പുരുഷോത്തമൻ സാറിനോട് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും, ഇഷ അദ്ദേഹത്തിന്റെ മരുമകളായി അവിടെ തന്നെ ചെന്ന് കയറുമെന്ന്. ഇനി ഇഷയ്ക്ക് സൂരജിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം നടത്തുകയും ചെയ്യും. എന്നത്തെ പോലെ അവളുടെ ജീവിതത്തിന്റെയും തീരുമാനത്തിന്റെയും എല്ലാം താക്കോൽ എന്റെ കൈകളിൽ വന്നു ചേരും. ഇത്ര വേഗം ഒരു വഴി തെളിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയുള്ള എന്റെ ജീവിതം സൂരജിനൊപ്പമായിരിക്കും. സൂരജ് എന്റെ ഭർത്താവാണ്. എക്സ്ക്യൂസ് മീ, എന്റെ ഹസ്ബൻഡിന് കുറച്ചു കാലം മുന്നേ ഇവിടെ വെച്ചൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഞാൻ സൈൻ ചെയ്ത പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്. അതിന്റെ ഡേറ്റും ടൈമും പറഞ്ഞു തരാം. അതൊന്ന് തരാമോ പ്ലീസ്? പേഷ്യന്റിന്റെ പേര് സൂരജ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആ, കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഷാന ആയിരുന്നില്ലേ മിസ്റ്റർ സൂരജിനെ ഓപ്പറേഷൻ ചെയ്തത്? കൺസെന്റ് ഫോം വേണമെങ്കിൽ ഡോക്ടറോടാണ് സംസാരിക്കേണ്ടത്. അദ്ദേഹം റൗണ്ട്സിന് പോയിരിക്കണം. 5-10 മിനിറ്റ് എത്തും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ശരി. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോവാം. ഓഹോ, സൂരജിന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ ആ പേപ്പറിന് വേണ്ടി വന്നതാണല്ലേ? ഇനി ആ ഫോം എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയി അതൊരു കോലാഹലമാക്കുമെന്ന് ഉറപ്പാ. അതൊരിക്കലും നടക്കില്ല. ഇത്തവണ എന്റെ കല്യാണം മുടക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഡോക്ടർ സർ, കുറച്ചു നാൾ മുന്നേ എന്റെ ഹസ്ബൻഡ് സൂരജിന്റെ ഓപ്പറേഷൻ താങ്കൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല സർ. ഓപ്പറേഷനായിട്ട് എൻ്റെ ഒരു കൺസെന്റ് ഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വേണം പ്ലീസ്. സോറി മാഡം, ആ ഫോം തിരിച്ചു തരാനാവില്ല. ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് ഞാനത് ചെയ്യുന്നത് കുറ്റകരമാണ്. ഐ എം വെരി സോറി മാഡം. എൻ്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും?